സദൃശ്യവാക്യങ്ങൾ 30:6 പറയുന്നു, ദൈവത്തിന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാനിടവരരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുത്താൽ കുഴപ്പമില്ല, സാധനങ്ങൾ മേടിച്ചാൽ കൂടുതൽ മേടിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ വചനത്തിന്റെ വിഷയത്തിൽ ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്താൽ കൂടുതലാകുന്ന പോലെ, പിന്നെ ഭക്ഷണം മുഴുവൻ ഉപയോഗശൂന്യമാകുന്നത് പോലെയാണ് വചനത്തിന്റെ കേസ്. കുറഞ്ഞാലാണ് സാധാരണ നമുക്ക് പേടി. ദൈവം ആഗ്രഹിച്ച സ്റ്റാൻഡേർഡിനോടം വന്നില്ലയോ എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. പക്ഷെ കൂടിയാൽ അതിനേക്കാൾ അപകടം. ദൈവം പറഞ്ഞത് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നാണ്. പക്ഷെ പാമ്പ് വന്ന് ചോദിക്കുമ്പോൾ ഹവ്വ പറയുന്നത് ഞങ്ങളോട് തിന്നരുത്, തൊടുകയും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഒന്നെങ്കിൽ ആദാം പറഞ്ഞ് പേടിപ്പിച്ചതാണ് ഹവ്വയെ. അപ്പൊ ഈ ഭയം, ദൈവം പറഞ്ഞ കൽപ്പനകളെ കുറിച്ചുള്ളൊരു ഭയം, അത് ഗുണത്തേക്കാൾ ദോഷമായി. ഭയത്തിൽ നിന്ന് ഒരു ബന്ധത്തിലേക്ക് വന്നാലോ, അപ്പന്റെ മകനാണ് ഞാൻ, ദൈവത്തിന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് മാറത്ത് ചാരിക്കിടന്ന യോഹന്നാൻ പറയുന്നത് അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കൽപ്പന ഭാരമുള്ളവയല്ല. എപ്പോഴാണ്? ആ ബന്ധത്തിലേക്ക് വരുമ്പോൾ, സ്നേഹത്തിലേക്ക് വരുമ്പോൾ. പിന്നെ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങല്ല, പ്രയാസമല്ല, അതങ്ങ് നടന്നു പോകും.